പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ചെറിയൊരു അപ്ഡേറ്റ്, അടുത്ത ശനിയാഴ്ച നടക്കാൻ പോകുന്ന സൗദി അറേബ്യ എന്ന രാജ്യത്ത് വെച്ച് നടത്തുന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് WWE നടത്തുമോ നടത്തില്ലയോ എന്നുള്ള വലിയ ചർച്ചകളെ സംബന്ധിച്ചാണ്. നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇന്ന് പുലർച്ചെ അമേരിക്ക കൂടി എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക എൻട്രി ചെയ്ത് ഇറാനിൽ ആക്രമിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്ന വാർത്തകൾ, ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടുത്തുള്ള അമേരിക്കൻ പൗരന്മാർ, അമേരിക്കൻ മിലിറ്ററി ഒഫീഷ്യൽസ്, ഇവരെല്ലാവരും ഇനി ഇറാൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും എന്നുള്ളതും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വാർത്തകൾ ഇറാനിൽ നിന്ന് വരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇറാൻ സൗദി അറേബ്യയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടും അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള പ്രൊഫഷണൽ റെസ്ലേഴ്സ് സൗദി അറേബ്യയിൽ പോയിട്ട് മത്സരിക്കാനും ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാനും പോകുന്നത് എന്നുള്ളത് കൊണ്ടും ഇവർക്ക് നേരൊക്കെ ഒരു അറ്റാക്ക് ഉണ്ടാകുമോ എന്നുള്ള ഒരു തലത്തിലുള്ള ഒരു സംശയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രകാരം ഈ ഷോ സൗദി അറേബ്യയിൽ ക്യാൻസൽ ചെയ്ത് അമേരിക്കയിൽ വെച്ച് തന്നെ നടത്തുമെന്നുള്ള രീതിയിലുള്ള ഒരു സംശയങ്ങളും ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും അവർ ഇതിനെ സംബന്ധിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷൻ WWE ഒഫീഷ്യൽസിനോട് ചോദിച്ചപ്പോൾ WWE ഒഫീഷ്യൽസ് ഷോ നടക്കുമോ നടക്കില്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഷോ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ, അതോ അമേരിക്കയിൽ വെച്ച് നടത്തുമോ, അതോ സൗദി അറേബ്യയിൽ പ്ലാൻ ചെയ്ത പോലെ നടത്തുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ സ്ഥിരീകരണവും നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. WWEയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഇതുവരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് സൗദി അറേബ്യയിൽ വെച്ച് അവർ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻ്റ് നടത്തുമെന്നാണ് നമുക്ക് കേൾക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ ലോകത്ത് വലിയ യുദ്ധ ഭീഷണി ഉള്ളതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുന്നതുകൊണ്ടും WWE അവരുടെ റെസ്ലേഴ്സിന് ഫുൾ സേഫ്റ്റി ഉറപ്പാക്കണം. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലുള്ള ഷോ ക്യാൻസൽ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിലുള്ള ഒരു വാർത്ത പ്രതീക്ഷിക്കാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. എന്തായാലും യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് ലോകത്ത് സമാധാനം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.